നാലാമതാണ്. ബ്രഹ്മവിദ്യായാ അംഗത്വേന സന്യാസോ വിധിച്ചിതഃ യായാപുത്രവിത്താദിലക്ഷണം പാം തം കർമ്മ വിദ്യാവിഷയം യസ്മാത്മപ്രാപ്തി സാധനം. ബ്രഹ്മവിദ്യയുടെ അംഗമായിട്ട് സന്യാസം അതിവിടെ വിധിക്കുകയാണ്. ജ്ഞാനത്തോടൊപ്പം സന്യാസവും വേണം. ജായാപുത്ര വിത്താദി ലക്ഷണം മുമ്പ് വന്നു. പാങ്ക്ത കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ആത്മാ, ശരീരം, ജായ, പുത്രം, വിത്തം, അഞ്ചെണ്ണം. ഇതുപോലെ അഞ്ചെണ്ണം കൂടി ചേരുന്ന കർമ്മങ്ങൾ. പിന്നെ പാങ്ക്തം എന്ന് പറയും. അഞ്ചെണ്ണം കൂടി ചേരുന്നുണ്ട്. മുമ്പ് വന്നതാണ്. ഇത്തരം കർമ്മങ്ങളെല്ലാം അവിദ്യാവിഷയമാണ്. യസ്മാൻ ആത്മപ്രാപ്തി സാധനം. അത് അവിദ്യാ കാര്യമായതുകൊണ്ട് തന്നെ അത് ആത്മപ്രാപ്തിക്ക് സാധനമല്ല, ഉപായമല്ല. അന്യസാധനം ഹി അന്യസ്മി ഫലസാധനായ പ്രയുജ്യമാനം പ്രതികൂലം ഭവതി. ഒരു കാര്യത്തിനൊരു കാരണം കാണും. ഒരു കാര്യം മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടാവില്ല. ഒരു കാരണത്തിൽ നിന്ന് മറ്റൊരു കാര്യം ഉണ്ടാകത്തില്ല. അന്യസാധനം ഹി അന്യസ്മി ഫലസാധനായ. ഒരു സാധനം മറ്റൊരു ഫലത്തെ ഉണ്ടാക്കുന്നതിന് പ്രയോഗിച്ചാൽ പ്രതികൂലം ഭവതി, ഉണ്ടാകത്തില്ല. നഹി ബുഭുക്ഷ പിപാസ എന്നിവിടുത്തെ അർത്ഥം ധാവന ഗമനം ആ സാധനം. വിശപ്പുണ്ട്, ദാഹമുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഓടിയിട്ടോ നടന്നിട്ടോ കാര്യമുണ്ടോ? നടന്നാലോ ഓടിയാലോ വിശപ്പ് മാറുമെന്ന് പറഞ്ഞാൽ അതല്ല, കൂടത്തേ ഉള്ളൂ. അപ്പോൾ ധാവന ഗമനം തുടങ്ങിയ കാര്യങ്ങളല്ല ബുഭുക്ഷ പിപാസ നിവൃത്തിക്കുള്ളത്. ബുഭുക്ഷ വിശപ്പ് അത് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. പിപാസ ദാഹം അത് മാറണമെങ്കിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഒരു സാധനം സാധ്യം, സാധ്യം ഫലം, സാധനം അതിന്റെ ഉപായം. അപ്പോൾ ഒരു ഫലത്തിന് വേണ്ടി ഉപായം, അങ്ങനെ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് കർമ്മം അതിന്റെ ഫലം അത് വേറെയാണ്. തത്വജ്ഞാനത്തിന്റെ ഫലം വേറെയാണ്. അത് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. മനുഷ്യലോക പിതൃ ലോക ദേവലോക സാധനത്വേന ഹി പുത്രാദി സാധനാനി ശ്രുതാനി. ഇവിടെ ശ്രുതി പറയുന്നുണ്ട് മനുഷ്യലോകം, പിതൃലോകം, ദേവലോകം ഇതിന്റെ എല്ലാം ഉപായമാണ് മുമ്പ് പറഞ്ഞ പാംത കർമ്മം, പുത്രാദി സാധനം, പുത്രൻ, ഭാര്യ തുടങ്ങിയ കാര്യങ്ങൾ. ആത്മപ്രാപ്തി സാധനത്തിന് ഇതൊന്നും ആത്മപ്രാപ്തിക്കുള്ള ഉപായമല്ല. വിശേഷതത്വ പുത്രാദി ലോകപ്രാപ്തിക്കുള്ളതാണ്, ഫലപ്രാപ്തിക്കുള്ളതാണെന്ന് വിശേഷിച്ച് പറഞ്ഞിട്ടുമുണ്ട്. വേദത്തെ പ്രത്യേകം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്രഹ്മവിദോ വിഹിതാനി,
ഇവിടെ ബ്രഹ്മജ്ഞാനിക്ക് വിഹിത കർമ്മങ്ങളൊന്നുമില്ല, ഒരു കർമ്മവും വിധിച്ചിട്ടില്ല. കാമ്യത്വ ശ്രവണ. എന്തുകൊണ്ട്? വിധികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയും കാമനയുള്ളവന് കർമ്മം. ഇതെല്ലാം വൈദിക കർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. കാമനയുള്ളവനാണ് കർമ്മം. ഏതാവാൻ വൈ കാമ. ഇതൊക്കെയാണ് കാമങ്ങൾ. എന്തൊക്കെയാണ്? ഭാര്യ, പുത്രൻ, പശു, ഇതൊക്കെയാണ് കാമിക്കുന്നത്. ഇത് ബ്രഹ്മവിദ്യശ്ച ആപ്തകാമത്വ. ബ്രഹ്മജ്ഞാനി ആപ്തകാമനാണ്. ആത്മപ്രാപ്തിയിലൂടെ സർവകാമങ്ങളുടെയും പ്രാപ്തി ഫലം ബ്രഹ്മജ്ഞാനിക്ക് നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ആപ്തകാമസി കാമ അനുപത്തേഹേ. ആപ്തകാമനായ ജ്ഞാനിക്ക് പിന്നീട് ഈ പറയുന്ന ഭാര്യ, പുത്രൻ, വിത്തം ഇത്തരം വിഷയങ്ങളൊന്നും കാമന ഉണ്ടാകത്തില്ല. യേശാന്നോ അയമാത്മായ ലോകഃ ശ്രുതേഹേ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മഫലങ്ങളെയൊന്നും അവർ കാക്ഷിക്കുന്നില്ല. അവരുടെ ലോകം എന്താണോ? ആത്മലോകം തന്നെ. അവരുടെ ഫലം ആത്മനിഷ്ഠ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. കേജിത്തു ബ്രഹ്മവിദോപി യേഷണാസംബന്ധം വർണ്ണയന്തി. ചിലത് പറയുന്നു അങ്ങനെയല്ല. ചിലത് പറയുന്നത് ബ്രഹ്മജ്ഞാനിക്കും ഇതെല്ലാം ആകാം എന്നാണ്. ബ്രഹ്മജ്ഞാനിക്കും യേഷണാസംബന്ധം എന്ന് വെച്ചാൽ ഗാർഹസ്ഥ്യം, കർമ്മം തുടങ്ങിയ കാര്യങ്ങൾ ബ്രഹ്മജ്ഞാനിക്കും ആകാമെന്ന് പറയുന്നു. ബൃഹദാരണ്യകം നശ്രുതം പറയുന്നു. അവര് ഈ ബൃഹദാരണ്യകം ശ്രവിച്ചിട്ടില്ല, ഇവിടുത്തെ തത്വം അവർ മനസ്സിലാക്കിയിട്ടില്ല. ബ്രഹ്മജ്ഞാനിക്ക് ഗാർഹസ്ഥ്യമില്ല എന്നാണ്. പുത്രാദി യേഷണാനാം അവിദ്വത് വിഷയത്വം. പുത്രാദികളെ ആഗ്രഹിക്കുന്നവനല്ലേ ഗാർഹസ്ഥ്യം സ്വീകരിക്കേണ്ടതുള്ളൂ. അത് അജ്ഞാനിയെ സംബന്ധിച്ചാണ്. വിദ്യാവിഷയം വിവച്ച യേശാന്വയമാത്മാ ലോകഃ. ജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ അവിടെ പുത്രാദി വിഷയങ്ങളെ ആഗ്രഹിക്കുന്നില്ല. അവന്റെ ഫലം എന്ന് പറയുന്നത് ആത്മനിഷ്ഠ തന്നെയാണ്. ഇത്യത കിം പ്രജാ കരിഷ്യാം. പ്രജകളെ കൊണ്ട് എന്താണ്? അവന് ലോകങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ പ്രജകളുടെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഗാർഹസ്ഥ്യ ആവശ്യമില്ല എന്നർത്ഥം. ഇത്യേഷ വിഭാഗത്തേർന്ന ശ്രുത്യാകൃത. ഈ ഒരു വിവേകം ശ്രുതി തന്നെ ചെയ്തിട്ടുണ്ട്, അതവർ കേട്ടിട്ടില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ഗാർഹസ്ഥ്യം ആവശ്യമില്ല. ഏഷണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതാണ്. സർവക്രിയാകാരക ഫല ഉപമർദ്ദ സ്വരൂപായാം ച വിദ്യായാം സത്യാം സഹകാര്യേണ അവിദ്യായ അനുഭവത്തിലക്ഷണശ്ച വിരോധ തേർണ വിജ്ഞാത. തത്വജ്ഞാനിക്കും ഗാർഹസ്ഥ്യം വേണം എന്ന് പറയുന്നവർ സർവക്രിയാകാരക ഫല ഉപമർദ്ദസ്വരൂപായാം ച വിദ്യായം. വിദ്യ എന്ന് പറയുന്നത് എന്താണ്? സർവക്രിയാകാരക ഫലങ്ങളെല്ലാം നശിക്കുന്നതാണ്. അതാണ് ആ വിദ്യയുടെ സ്വരൂപം. അങ്ങനെയുള്ള വിദ്യ ഉള്ളപ്പോൾ വിദ്യായ സത്യ സഹകാര്യേണ അവിദ്യായ അനുപത്തി. അവിദ്യ, അതിന്റെ കാര്യങ്ങൾ, കാമകർമാദികൾ ഒന്നും അവിടെ നിലനിൽക്കില്ല വിദ്യയിൽ. ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരോധമാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വിദ്യയും അവിദ്യയും തമ്മിൽ വിരോധമുണ്ട്. തൈർണ വിജ്ഞാത. ഈ കാര്യങ്ങളൊന്നും ആത്മജ്ഞാനിക്കും ഗാർഹസ്ഥ്യം വേണം എന്ന് പറയുന്നവർ മനസ്സിലാകുന്നില്ല. വ്യാസവാക്യഞ്ചത്തേർന്ന ശ്രുതം. ഇത് ശ്രുതിയിൽ മാത്രമല്ല, വ്യാസനും പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ. കർമ്മ വിദ്യാസ്വരൂപയോർ വിദ്യാത്മകയോ പ്രതികൂല വർത്തനം വിരോധ. കർമ്മം വിദ്യ, വിദ്യ അവിദ്യ, ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. രണ്ടും ഒരുമിച്ചിരിക്കുന്നില്ല. വിദ്യ ഉള്ളിടത്ത്, ജ്ഞാനം ഉള്ളിടത്ത് കർമ്മമില്ല.
കർമ്മം കാണുന്നിടത്ത് വിദ്യയുമില്ല. ഇത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളാണ്. യദിദം വേദവചനം ഒരു കർമ്മ ത്യജേതി ച കാം ഗതിം വിദ്യയാ യാന്തി കാം ച ഗച്ഛന്തി കർമ്മണ ഏതദ്വൈ ശ്രോതുമിച്ഛാമി തദ്ഭവാൻ പ്രബ്രവീതു മേ യദോ അന്യോന്യവൈരൂപ്യേ വർത്തതേ പ്രതികൂലതഃ ഇത്യവം പൃഷ്ടസ്യ പ്രതിവചനേന കർമ്മണ ബധ്യതേ ജന്തുർ വിദ്യയാ ച വിമുച്യതേ തസ്മാത് കർമ്മ ന കുർവന്തി യദൈവ പാരദർശിനഃ. ഇവിടെ വേദവചനം കൊണ്ടെന്താണോ യദിദം വേദവചനം കുരുകർമ്മ ത്യജേതി. ഒരു ഭാഗത്ത് പറയുന്നു കുരുകർമ്മ, നീ കർമ്മം ചെയ്യും. വേറെടുത്ത് പറയുന്നു ത്യജ. ഇങ്ങനെ പറയുമ്പോൾ കാം ഗതിം വിദ്യയാ യാന്തി, ജ്ഞാനം കൊണ്ട് എന്താണ് പ്രാപിക്കുന്നത്? കാം ഗച്ഛന്തി കർമ്മണ, കർമ്മം കൊണ്ട് എന്തിനാണ് പ്രാപിക്കുന്നത്? കാരണം ഇത് രണ്ടും പറയുന്നു വേദത്തിൽ. ഏതദ്വൈ ശ്രോതുമിച്ഛാമി, ഒരാൾ ചോദിക്കുകയാണ് തദ്ഭവാൻ ബ്രവീതുമേ, ഇത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ പറഞ്ഞാലും ഏതോ അന്യോന്യ വൈരൂപ്യ വർത്തതേ പ്രതികൂലത. എന്തുകൊണ്ടിത് പരസ്പര വിരുദ്ധമായി തോന്നുന്നു? കർമ്മം ചെയ്യുക എന്ന് പറയുക, കർമ്മം ത്യജിക്കുക എന്ന് പറയുക. അപ്പൊ അതിന് സമാനം പറയാണ് കർമ്മണ ബദ്ധിതേ ജന്തുർ, ജീവികളെല്ലാം കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നു. വിദ്യയാച വിമുച്യതേ, വിദ്യ കൊണ്ട് മോക്ഷം. തസ്മാത് കർമ്മന കുർവന്തി യദേ പാരദർശിനഃ, പാരദർശികൾ തത്വദർശികൾ കർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല. ഇത്യുമാതി വിരോധ പ്രദർശിത. ഇത് വ്യാസനും ഇക്കാര്യം കാണിച്ചിട്ടുണ്ട്. കർമ്മം ചെയ്യേണ്ട ഇതില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞല്ലോ ബൃഹദാരണ്യകന്ന ശ്രുതം, ശ്രുതിയിൽ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിർബന്ധം പറയുന്നു? ആത്മജ്ഞാനത്തിനോടൊപ്പം സന്യാസവും വേണം എന്നു. സത്യവി ബ്രഹ്മവേദത്വേ ന അസംസക്കേഷണോ യതി മുക്തിഭാഗിതി ചേഹോക്ത സന്യാസേന സമുച്ചയഃ. സന്യാസം ജ്ഞാനാംഗമാണ്. സത്യവി ബ്രഹ്മവേദത്വേ, ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആപാതജ്ഞാനം. വേദാധ്യയനം കൊണ്ട് ബ്രഹ്മമുണ്ടെന്നറിഞ്ഞു. പക്ഷെ അസംസക്തേഷണോ യതി, എന്നാൽ ഏഷണെ ത്യജിക്കാത്തവൻ, മുക്തിഭാഗ്, അവന് മുക്തി ലഭിക്കുന്നില്ല. ഇപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞാലും ഒരാൾ മുക്തനാകുന്നില്ല ഏഷണങ്ങളുണ്ടെങ്കിൽ. സന്യാസേന സംശയം. അതുകൊണ്ടാണ് ഇവിടെ തീർത്ഥം പറയുന്നത് എന്താണ്? സന്യാസം കൂടിയേ തീരൂ. അല്ല, ജ്ഞാനം ഒരാൾക്ക് വേദാധ്യയനം ചെയ്യുന്ന ആർക്കും അല്ലെങ്കിൽ വേദവിചാരം ചെയ്യുന്ന ആർക്കും ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാവും, ആത്മാവിനെ കുറിച്ചും മറ്റുള്ള ജ്ഞാനം. പക്ഷെ അത് മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. എന്തുകൊണ്ട്? ഏഷണകൾ ഉണ്ടായിരുന്ന അതാണ് അസംസക്തേഷൻ യതി, യേശനെ ത്യജിക്കാത്ത യതിക്ക് നീതി ആയാലും ശരി, സന്യാസി ആയാലും ശരി, അവന് മുക്തിയില്ല, ജ്ഞാനം ഉണ്ടാകാം. ബാഹ്യമായ കർമ്മം ത്യജിച്ചുകൊണ്ടുമായില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യതി എന്ന് പറയുമ്പോൾ ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചവനാണ്. പക്ഷെ അവന് ഏഷണയുണ്ടെങ്കിൽ അവന് മുക്തിയില്ല. നിരസ്ത അതിശയജ്ഞാനോ യാജ്ഞവൽക്യോ യതോ ഗൃഹീ കൈവല്യാശ്രമം അസ്ഥായ പ്രാപതത് വൈഷ്ണവം പദം. നിരസ്ത അതിശയജ്ഞാനം, ആത്മജ്ഞാനം
സാതിശയങ്ങളില്ലാത്ത ഏറ്റക്കുറച്ചിലില്ലാത്തതായ ജ്ഞാനം യാജ്ഞവൽക്യൻ യഥഗ്രഹി യാജ്ഞവൽക്യൻ ഗൃഹസ്ഥനായിരുന്നു. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു. നിരസാതിശയ ജ്ഞാനം വെച്ചാൽ പൂർണ്ണമായ ജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടായിരുന്നിട്ടും ഗൃഹസ്ഥനായിരുന്നതുകൊണ്ട് കൈവല്യാശ്രമമാസായ പ്രാപത്ത വൈഷ്ണവം പദം മുക്തിയെ പ്രാപിക്കുന്നതിന് വേണ്ടി കൈവല്യാശ്രമം സന്യാസാശ്രമം അതിനെ സ്വീകരിക്കേണ്ടി വന്നു. ചതുർത്ഥാശ്രമത്തെ സ്വീകരിക്കേണ്ടി വന്നു. ജ്ഞാനി ആയിരുന്നിട്ട് കൂടി. അതുകൊണ്ട് ഇത് ഭാഷ്യകാരന്റെ അഭിപ്രായമാണ്. മുക്തി ജ്ഞാനം ആർക്കും പ്രാപിക്കാം. പക്ഷെ മുക്തി സന്യാസത്തിലൂടെ സാധ്യമാകൂ എന്നാണ്. അതിനാണ് യാജ്ഞവൽക്യന്റെ ഉദാഹരണം കൊടുക്കുന്നത്. ത്യാഗയവൈ സർവേഷാം മോക്ഷസാധനമുത്തമം. മോക്ഷസാധനങ്ങൾ പലതുണ്ട്. മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും പലരുമുണ്ട്. പക്ഷെ ഉത്തമമായ മോക്ഷസാധനം എന്താണ്? ത്യാഗം തന്നെയാണ്. കർമ്മത്യാഗമാണ്. ഇത് വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. ത്യാഗയേവ ഹി സർവേഷാം മോക്ഷസാധനം ഉത്തമം ത്യജദേവി തജ്ഞേയം തെക്തു പ്രത്യേക് പരം പദം. ത്യജിച്ചിട്ട് ഇവിടെ എന്താ നേടുന്നത്? ത്യാഗം കൊണ്ട് എന്താണ് നേടേണ്ടത്? പറയുന്നു തെക്തുഹു പ്രത്യേക് പദം പരം. ആ ത്യജിക്കുന്നവന്റെ സ്വരൂപം, അതാണ് അവൻ ത്യാഗം കൊണ്ട് നേടുന്നത്. ബാഹ്യമായിട്ടൊന്നുമില്ല. കാരണം അത് പറയാൻ കാരണം കർമ്മങ്ങളും ഉപാസനകളും എല്ലാം കൊണ്ട് നേടാൻ അന്യമായിട്ടുണ്ട്. തന്നെ അന്യമായ പലതുമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ത്യാഗം കൊണ്ട് നേടുന്നത് തന്നെ സ്വസ്വരൂപം തന്നെ. അതുകൊണ്ട് ത്യാഗമാണ്, സന്യാസമാണ് മുക്തിക്ക് ഹേതുവായിരിക്കുന്നത്. അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായാലും മുക്തി സാധ്യമല്ല എന്നാണ്. അതെങ്ങനെ സന്യസിക്കണം? ബ്രഹ്മചര്യ ഗ്രഹാച്ചൈവ വനാച്ചാപി വിധീയതേ നിശേഷ കർമ്മസന്യാസം യഥോതുന ഋണബദ്ധത. പക്ഷെ ഒരു ജനിക്കുമ്പം തന്നെ ഋണത്തോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ ഋണങ്ങളെല്ലാം വീട്ടണം. ഋണം വീട്ടണമെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗർഹസ്ഥ്യത്തിലേക്ക് പോകണം. ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഋണങ്ങളെല്ലാം ഋണാനി ത്രീണ്യപാകൃത്യ മനോമോക്ഷിയെ നിവേശിയെന്നും ഈ ചർച്ച വന്നതാണ്. മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് ഋണത്രയ അപാകരണം, 3 ഋണങ്ങളെയും ഒഴിവാക്കണം. ഋഷിമാരോടുള്ള ഇണം, പിതൃക്കളോടുള്ള ഇണം, ദേവന്മാരോടുള്ള ഇണം, ഇതെല്ലാം ഒഴിവാക്കണം. അപ്പോ ഗൃഹസ്ഥാശ്രമം കൂടിയേ തീരും. ചില ആൾക്കാരങ്ങനെ പറയും. ഗൃഹസ്ഥാശ്രമികൾ ഇത് അദ്വൈതവും മറ്റും പ്രസംഗിക്കുമ്പോൾ അവർ പറയും ഗൃഹസ്ഥാശ്രമത്തിന് ശേഷമേ ഇത് പാടുള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ബ്രഹ്മചര്യത്തിൽ നിന്നും ആകാം, ഗൃഹാചൈവ ഒരു ഗൃഹസ്ഥനുമാകാം, വനാചൈവ വാനപ്രസ്ഥനുമാകാം, നിശേഷ കർമ്മസന്യാസം സമ്പൂർണമായ കർമ്മസന്യാസം യഥോതോ ഋണബദ്ധത. അതുകൊണ്ടിവിടെ ഋണബദ്ധത ഒന്നുമില്ല. ജനിക്കുമ്പം തന്നെ അവന്റെ ഋണത്തോടുകൂടി ജനിക്കുന്നു. അതുകൊണ്ട് എല്ലാ എണ്ണങ്ങളും വീട്ടിയിട്ട് അവസാന സന്യാസം അങ്ങനെയില്ല. വിശേഷ കർമ്മസന്യാസം ഏതാശ്രമത്തിലും ആകാം. ബ്രഹ്മചര്യമോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ ആർക്ക് വേണമെങ്കിലും ആകാം. ശ്രുത്യ ജാപാലശാഖായ തഥാച അനധികാരണാം സന്യാസസ്യ വിധാന ച കാര്യദേശോ മുമുക്ഷുഭി.
തത്രയും ശക്യതേ വക്തും ഈ അന്ധപങ്കാദയോ നരാഹ ഗൃഹസ്ഥം ന ശക്ഷ്യന്തി കർത്തും തേഷാമയം വിധി നൈഷ്ഠിക ബ്രഹ്മചര്യം വാ പരിവ്രാജകതാപി വാ തൈരവശ്യം ഗ്രഹീതവ്യ തേന ആദാ ഏതദ് ഉച്യതേ. ഇവിടെ പറയുന്നു ജാപാലശ്രുതി സന്യാസം വിധേയമാണോ, ശാസ്ത്രസമ്മതമാണോ, അതിന് പ്രമാണമായിട്ട് പറയുകയാണ്. ജാപാലശ്രുതി പറയുന്നു ഈ അന്ധപങ്കാദയോ നരാഹ, അന്ധന്മാര്, കണ്ണിന് കാഴ്ചയില്ലാത്ത പങ്കു മുടന്തന്മാര്, ഇത്തരക്കാർക്ക് കർമ്മത്തിലുള്ള അധികാരത്തെ നിഷേധിച്ചിരിക്കുകയാണ്. വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന്. കാരണം കണ്ണുകൊണ്ട് നോക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആജ്യാവേക്ഷണം പോലെയുള്ള കർമ്മങ്ങൾ കണ്ണുകൊണ്ട് നോക്കണം. പിന്നെ പരിക്രമണം, യാഗവേദിയെ പരിക്രമം ചെയ്യുക. കാലില്ലെങ്കിൽ അത് കഴിയത്തില്ല. പങ്കു നടക്കാൻ വയ്യാത്ത എണ്ണത് പറ്റത്തില്ല. അപ്പോ കരണവൈകല്യങ്ങളുള്ളവർ, അന്ധത തുടങ്ങിയുള്ളവർക്ക് കർമ്മത്തെ നിഷേധിച്ചിരിക്കുകയാണ്. നിങ്ങളത് ചെയ്യണ്ട. എന്നുവെച്ചാൽ കർമ്മപൂർത്തി നടക്കത്തില്ല. എങ്ങനെയാണോ ഒരു കർമ്മം വിധിച്ചിരിക്കുന്നത് ആ രീതിയിൽ അവർക്ക് പൂർത്തിയാക്കാൻ കഴിയത്തില്ല. അവർക്ക് മറ്റു കർമ്മങ്ങൾ ചെയ്യാം. പക്ഷെ കർമ്മപൂർത്തി സംഭവിക്കാത്ത കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യും. കാരണം കണ്ടില്ലെങ്കിൽ കാണാൻ കഴിയും. അപ്പൊ കാണേണ്ട ആ കർമ്മം ചെയ്യാതെ പോകും. കർമ്മഭാഗം, കർമാംഗം. അപ്പൊ ഗൃഹസ്ഥത്വ ശക്ഷ്യന്തി കർത്തും തേഷാമയം. അപ്പോ ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നതിന് എന്തിനു വേണ്ടി? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നത് അത് വൈദിക ധർമ്മം അങ്ങനെയായിരുന്നു. ഒരാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാൻ വേണ്ടി. കർമ്മത്തിൽ ഈ വൈദിക കർമ്മങ്ങൾ. ഗൃഹസ്ഥാശ്രമത്തിൽ ഇങ്ങനെ ഭാര്യാസഹിതനായി പല കർമ്മങ്ങളും ചെയ്യാൻ പറ്റും. ഭാര്യ കൂടെ വേണം പുരുഷനെ സംബന്ധിച്ച്. അപ്പോ കർമ്മം ചെയ്യാൻ വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. പക്ഷെ ചില മനുഷ്യർക്ക് ഇങ്ങനെ ജന്മനാ തന്നെ എന്തെങ്കിലും വൈകല്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും അങ്ങനെയെങ്കിൽ അവർ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണ്ട. കർമ്മം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ധർമ്മഭ്രഷ്ട് വരും. ഗൃഹസ്ഥത്വന്റെ ശിക്ഷന്തി കർത്തും തേഷാമയം വിധി. അവർ പിന്നെ എന്ത് ചെയ്യണം? നൈഷ്ഠിക ബ്രഹ്മചര്യം വാ പാരിവ്രാജികതാപിവ. അവർക്കൊന്നുകിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം അല്ലെങ്കിൽ പരിവ്രജനം. രണ്ട്. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഭാഷ്യത്തിൽ. എവിടെയാണെന്ന് ഓർമ്മിക്കുന്നില്ല. ഏതൊരു ഭാഗത്ത് മുമ്പ് വന്നു. ഗുരുകുലേ ക്ഷതയിത്വ എന്നെല്ലാം വരുന്നൊരു ഭാഗമുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ തന്നെ കഴിയുന്നു, പരിവ്രജനം സ്വീകരിക്കുന്നില്ല. ജീവിതാന്തം അന്ത്യം വരെ ഗുരുകുലത്തിൽ കഴിയുന്നു. പരിവ്രാജകൻ അങ്ങനെയല്ല. അവൻ വിട്ടുപോകും, പരിവ്രജനം ചെയ്യുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യവും ഒരു തരത്തിൽ സന്യാസം, എന്നത് പൂർണ്ണമായ സന്യാസമില്ല, പരിവ്രജനം ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ പറയുന്ന സന്യാസത്തിന് പരിവ്രജനം കൂടി വേണം, എന്നല്ല സന്യാസം. അതായത് സന്യാസത്തിന് അങ്ങനെയുള്ള ബാഹ്യമായ കാര്യങ്ങളിലൂടെ ഉണ്ടെന്നർത്ഥം. ഒരാൾ ബ്രഹ്മചരി ആയിരുന്നിട്ട് സന്യാസിയല്ലെന്ന് പറഞ്ഞാൽ പരിവ്രജനമില്ല.
പഴയ കാലഘട്ടത്തിൽ അങ്ങനെയാണ് കരുതിയിരുന്നത്. അപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വീകരിക്കും. ഒന്നുകിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം, ഗുരുകുലത്തിൽ തന്നെ കഴിയും, അല്ലെങ്കിൽ പരിപ്രജനം, പുറത്തു പോവുക. ഇവിടെ പറയുന്നു അന്ധത്വം, പങ്കുത്വം തുടങ്ങിയ ദോഷങ്ങളുള്ളവർ, അവർക്ക് കർമ്മം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഒരു ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. അവരെന്ത് ചെയ്യണം? ഒന്നുകിൽ ഗുരുകുലത്തിൽ തന്നെ കഴിയുക, നൈഷ്ഠിക ബ്രഹ്മചാരി, അല്ലെങ്കിൽ പരിവ്രജനം സ്വീകരിക്കുക. തേരവശ്യം ഗൃഹീതവ്യം തേനാദം ഏത് സ്ഥിതി. അവര് ധർമ്മഭ്രഷ്ടരാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു ധർമ്മം അവർക്ക് വേണം. ഗൃഹസ്ഥാശ്രമം സാധ്യമല്ല. അതുകൊണ്ട് അവര് ഒന്നുകിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ പരിവ്രജനം സ്വീകരിക്കുക. അപ്പൊ ഇവിടെ ജാപാലശ്രുതിയിൽ ഇങ്ങനെ സന്യാസത്തെ വിധിച്ചിരിക്കുന്നു. അംഗവൈകല്യമുള്ളവർക്ക് സന്യാസത്തെ വിധിച്ചിരിക്കുന്നു, സന്യാസമാകാം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പൃഥക് അനധികൃതാന സന്യാസവിധാന പൂർവം അധികൃത വിഷയം. ഈ ഒരു ചർച്ചയ്ക്ക് മുമ്പ് അതേ അവിടെ തന്നെ അല്ലെങ്കിൽ ഒരു ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ അധികാരികളായിട്ടുള്ളവർക്ക് സന്യാസമാകാം എന്ന് പറയുന്നു. അനധികാരികൾക്കല്ല, എന്ന് വെച്ചാൽ ഇത്തരം വൈകല്യങ്ങളൊന്നും ഇല്ലാത്തവർ, അവര് ഗൃഹസ്ഥാശ്രമത്തിന് അധികാരിയാണ്, ചെയ്യാം, അവർക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. അങ്ങനെയുള്ളവർക്ക് വിരക്തനാണെങ്കിൽ സന്യാസം ബ്രഹ്മചര്യാദേവ എന്ന് പറഞ്ഞിരിക്കും, അവർക്ക് സന്യാസമാകാം. അല്ലാതെ ഗാർഹസ്ഥ്യത്തിൽ പോയിട്ട് പിന്നെ സന്യാസം അങ്ങനെ ഇവിടെ പറയുന്നില്ല. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ആകാം, അല്ല ഗാർഹസ്ഥ്യത്തിൽ നിന്നും ആകാം. ഗാർഹസ്ഥ്യത്തിന് ശേഷിയുള്ളവനാണ്, അതിൽ നിന്നും ആകാം, അതിന് മുമ്പേ ആകാം, അതിന് പിൻപും ആകാം, വാനപ്രസ്ഥത്തിൽ നിന്നും ആകാം എന്നർത്ഥം. സന്യാസം എന്തുകൊണ്ട് വിധിച്ചു എന്ന് പറയുന്നു. നരലോകാദി കാമാനാം സുതോത്പത്യാദി സാധനം. ലോകങ്ങളെ ആഗ്രഹിക്കുന്നവനും സുതോത്പത്തി ഗാർഹസ്ഥ്യം സാധനമാണ്. തേഭ്യോ വിദ്ധിതചിത്താന, അതിൽ നിന്നെല്ലാം ചിത്തം വിധാനം ചെയ്തവർ എന്ന് വെച്ചാൽ അതൊക്കെ വിട്ടവർ, അതൊന്നും വേണ്ട, അവർക്ക് സന്യാസ ആത്മകാമന, അങ്ങനെയുള്ള ആത്മകാമികൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് സന്യാസം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ആ വൈദിക ധർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു മനസ്സിലാക്കും. ആത്മകാമികൾക്കാണ് സന്യാസം. ആത്മാവിനെ കാമിക്കുക, അതാണ് സന്യാസത്തിന്റെ യോഗ്യത. ഒരു യോഗ്യത അല്ലാത്തവന് സന്യാസത്തിന് യോഗ്യതയില്ല. ആത്മാവിനെ കാമിക്കുന്നില്ലെങ്കിൽ സന്യാസത്തിനുള്ള യോഗ്യതയില്ല. അപ്പോൾ വിദ്ധിതചിത്തന്മാർക്കാണ് സന്യാസം, ആത്മകാമികൾക്കാണ് സന്യാസം, അല്ലാത്തവർക്ക് ഇന്ന് കാണുന്ന സന്യാസമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയാൽ ശരിയാകത്തില്ല, പിടികിട്ടത്തില്ല.
ഇന്നൊരാൾ അങ്ങനെ സന്യസിച്ചാൽ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നില്ല. പക്ഷെ അയാൾ ആത്മകാമി ആയിരിക്കണമെന്നില്ല. ആത്മകാമനില്ലാത്തൊരു ഇതെല്ലാം ചെയ്യാറുണ്ട്. ആത്മകാമനില്ലാതെ ഒരാൾ സന്യസിച്ചാൽ അയാൾക്ക് ധർമ്മഭ്രഷ്ട് സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞു വർണ്ണത്രയം അതിനയാളിൽ വരുന്നു. അതുകൊണ്ട് സന്യാസത്തിന് ആത്മകാമിത്വം നിർബന്ധമാണ്. ഇമം അർത്ഥം സർവഭക്തി സർവകർമ്മ അനപേക്ഷിണി പ്രജാതിനാകർഷ്യാമ കിം തദ്ഫല വിധിഷ്ണത. പ്രജകളെ കൊണ്ടെന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരു ആഗ്രഹമില്ലെങ്കിൽ ശ്രുതിയും അങ്ങനെ സർവകർമ്മ നിരാസത്തെയാണ് ബോധിപ്പിക്കുന്നത്. സർവകർമ്മ അനപേക്ഷ, അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. കിം പ്രജയാ കരിഷ്യാമോ, പല ഭാഗത്തും അത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ഫലമില്ലാത്തവൻ അതുകൊണ്ട്, തൃഷ്ണയില്ലാത്തവൻ അതുകൊണ്ടൊന്നും ഒന്നും നേടാനില്ല. ഉത്പത്യാദി വിരുദ്ധോയം ലോകോ, കർമ്മത്തെക്കുറിച്ച് പറഞ്ഞൊന്നും പറഞ്ഞു. ഉത്പാദ്യം, വികാര്യം, സംസ്കാരം, മാപ്യം തുടങ്ങിയാണ് അതിന്റെ സ്വഭാവം. ഇവിടത്തെ ലോകം എന്ന് പറയുന്ന ആത്മലോകം, അവിടെ ഈ ഉത്പത്തിയാദികളൊന്നുമില്ല. ശേഷം അകർമ്മജ, അവരെ സംബന്ധിച്ച് അവരുടെ മുക്തി കർമ്മജമല്ല. മോഹമാത്ര അന്തരായത്വ ജ്ഞാനം മാത്രം ഉപേക്ഷത, അവരുടെ മുക്തിക്ക് തടസ്സമായിരിക്കുന്ന കേവല മോഹം. ആ മോഹത്തിന്റെ നാശം കൊണ്ടവർക്ക് മുക്തി വരുന്നു. അതിന് ജ്ഞാനം മാത്രം ഉപേക്ഷിച്ച്, ജ്ഞാനം മാത്രം മതി, മറ്റൊന്നും ആവശ്യമില്ല. ജ്ഞാനം കൊണ്ടവർക്ക് മോക്ഷം. അതിന് തടസ്സമായിരിക്കുന്ന മോഹമാണ്. അതുകൊണ്ട് പ്രവൃത്തി ലക്ഷണോ യോഗോ, ജ്ഞാനം സന്യാസ ലക്ഷണം. യോഗം കർമ്മം പ്രവൃത്തി രൂപത്തിലുള്ളതാണ്. ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനം സന്യാസമാണ് അതിന്റെ അടയാളം. ഇത് ഭാഷ്യകാരന് നിർബന്ധമുള്ള കാര്യമാണ്. സന്യാസ ലക്ഷണം, സന്യാസം ലക്ഷണം യസ്യ ജ്ഞാനസ്യ. ജ്ഞാനം എപ്പോഴും സന്യാസമാകുന്ന ലക്ഷണത്തോടുകൂടിയിരിക്കുന്നു. ജ്ഞാനമുണ്ടോ അവിടെ സന്യാസം ഉണ്ടായി തീരും. ഇതാണ് ഭാഷ്യകാരന്റെ വാശി. തസ്മാ ജ്ഞാനം പുരസ്കൃത്യ സന്യസിരിക ബുദ്ധിമാൻ. അതുകൊണ്ട് ഒരുത്ത സന്യസിക്കുന്നത് ജ്ഞാനത്തെ മുൻനിർത്തിയായിരിക്കും. ബ്രഹ്മ ഏകത്വജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞാനം, ആത്മേകത്വജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തെ മുൻനിർത്തി സന്യസിക്കും. സന്യസിച്ചിട്ട് ജ്ഞാനമല്ല, ജ്ഞാനത്തെ മുൻനിർത്തി സന്യസിക്കും എന്നാണ്. ആദ്യ സന്യാസം പിന്നെ ജ്ഞാനമല്ല. ജ്ഞാനമില്ലാതെ ഒരു എന്തിനാണ് സന്യസിക്കുന്നത്? അതുകൊണ്ട് ആത്മജ്ഞാനം പുരസ്കൃതി, ആത്മജ്ഞാനത്തെ മുൻനിർത്തിയാണ്, അതിനെ പിന്തുടർന്നാണ് ഒരുവൻ സന്യസിക്കുന്നത്. അല്ല, സന്യസിച്ചതിന് ശേഷം യാജ്ഞവൽക്കൻ അങ്ങനെയാണ്, ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വന്നു, അപ്പോൾ സന്യസിക്കുന്നു. ആദ്യ സന്യാസം പിന്നെ ജ്ഞാനം അതല്ല, അവ സന്യാസം അപ്രാമാണികമാവും. എന്തിന്റെ അടിസ്ഥാനത്തിൽ സന്യസിച്ചു? ആത്മജ്ഞാനം പുരസ്കൃത്യ സന്യസ്യേരിഹ ബുദ്ധിമാൻ. ജ്ഞാനത്തെ മുൻനിർത്തിയാണ് സന്യസിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ പ്രാധാന്യം ജ്ഞാനത്തിനാണ്. സന്യാസത്തിന് മുമ്പും സന്യാസത്തിന് ശേഷം രണ്ടു തരത്തിൽ ജ്ഞാനമാണ് മുഖ്യം.
ഇപ്പൊ വേദാധ്യയനം ചെയ്യുന്നു, ആത്മാവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുവൻ ബ്രഹ്മചര്യ കാലത്ത് തന്നെ വേദാധ്യയനത്തിലൂടെ സ്വസ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നവൻ എന്ത് ചെയ്യണം? ഭാവിതേ കർണൈശ്ചയം ബഹുസംസാരയോനിഷു ആസാദേതി ശുദ്ധാത്മാ മോക്ഷം വൈ പ്രഥമാശ്രമി. കർണങ്ങളെല്ലാം ശുദ്ധമായി എങ്ങനെ? ബഹുസംസാരയോനിഷു അനേക ജന്മങ്ങൾ, ജനനം കൊണ്ട്. അത് തീരുമാനിക്കാൻ കഴിയില്ല എത്ര ജന്മം കഴിഞ്ഞെന്നും. ഈ ജന്മത്തിൽ, വർത്തമാന ജന്മത്തിൽ ആർക്കാണോ കർണശുദ്ധി അനുഭവപ്പെടുന്നത്, അങ്ങനെയുള്ളവൻ ശുദ്ധാത്മാ, പരിശുദ്ധാന്തകരണൻ, മോക്ഷം പ്രഥമാശ്രമേ ആസാദേതി വൈ. അവൻ പ്രഥമാശ്രമത്തിൽ തന്നെ, ബ്രഹ്മചര്യത്തിൽ തന്നെ അവൻ മുക്തനായിത്തീരുന്നു, സന്യാസത്തിലൂടെ നടത്തും. അല്ല, കർമ്മസന്യാസം അവിടെ വേണ്ട. പക്ഷെ ശുദ്ധാത്മാവ്, ശുദ്ധാന്തകരണനായിരിക്കും. ഗർഭസ്ഥ്യത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുവനിൽ ജന്മനാൽ തന്നെ കർണശുദ്ധി കാണുന്നുണ്ടെങ്കിൽ അവിടെ ഊഹിക്കുന്നു എന്നാണ്, പൂർവ്വജന്മങ്ങളിൽ പലതും ഇവന് കടന്നുപോയി, ആ പൂർവ്വജന്മങ്ങളിൽ നിന്ന് അയാൾ ശുദ്ധിയെ ആർജിച്ചിരിക്കുന്നു എന്ന് അവിടെ ഊഹിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മചാരി പ്രഥമാശ്രമത്തിൽ തന്നെ മോക്ഷം, സന്യാസിയാകേണ്ട കാര്യമൊന്നുമില്ല മോക്ഷത്തിന് വേണ്ടി. അതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ അയാൾ കർമ്മത്യാഗവും ജ്ഞാനവും മോക്ഷവും എല്ലാം അവിടെ തന്നെ നേടുന്നു. അവിടെ നിന്ന് പിന്നെ ഗാർഹസ്ഥ്യത്തിൽ പോയി, അവിടെ നിന്ന് പിന്നെ സന്യാസം, അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നർത്ഥം. ആണ് പറയുന്നത് ആസാദേതി ശുദ്ധാത്മാ, അവൻ ശുദ്ധാത്മാവായിരിക്കണം. അപ്പൊ ബ്രഹ്മചര്യ ആശ്രമത്തിൽ പരിവ്രജന രൂപത്തിലുള്ള സന്യാസം വേണ്ട, അതാകാം. ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ പരിവ്രജന രൂപത്തിലുള്ള സന്യാസമാകാം. പക്ഷെ അതിനുവേണ്ടി ഗൃഹസ്ഥാശ്രമത്തിൽ പോകണ്ട എന്നേ പറയുന്നു. അതിന്റെ ആവശ്യമില്ല. അവിടെ പോയിട്ട് ഒന്നും പോകേണ്ട കാര്യമില്ല. ശരി, ബ്രഹ്മചര്യത്തിൽ നിന്ന് ഒരാൾ കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസത്തിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ പോകണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. തസ്മാ താം ആസാദ്യത് മുക്തസ്യ ദുഷ്ടാസ്യ വികസിത ദുഷ്വാശ്രമേഷു പൂർണ്ണോർത്ഥോ ഭവേ പരം അഭീപ്സത. ആ പരമതത്വത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ തം ആസാദ്യസ്യ മുക്തസ്യ, അവൻ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു. ദുഷ്ടാർത്ഥസ്യ, മുക്തിയാകുന്ന ഫലം അവന് പ്രത്യക്ഷമാണ്. വിഭക്തിത, അവൻ ജ്ഞാനിയാണ്. അങ്ങനെയുള്ളവന് ത്രിശ്വാശ്രമേഷു കൊന്നിടത്തോ, ഈ മറ്റ് 3 ആശ്രമങ്ങളെ കൊണ്ട് അവന് ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം തന്നെ, ഇതിനൊക്കെ അവനെന്താ കൊന്നിടത്തോ ഭവി പരമഭീസിത, അവൻ പരമമായ തത്വത്തെ ആശ്രയിക്കുന്നുണ്ട്. അവൻ
പ്രാപിക്കേണ്ട പിന്നെ സന്യാസത്തെയാണ്. എന്തുകൊണ്ടവൻ ഇവിടെ തന്നെ അവൻ മുക്തിയെ പ്രാപിക്കാം. അതാണ് നേരത്തെ രണ്ടു പറഞ്ഞു. ഒന്നുകിൽ ബ്രഹ്മചര്യത്തിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ പരിവ്രജനം സ്വീകരിക്കുക. രണ്ടായാലും ദോഷമില്ല. പക്ഷെ അവന് ആ പരിവ്രാജകനെ സംബന്ധിച്ചിടത്തോളം അവന് നൈഷ്ഠിക ബ്രഹ്മചര്യം അവിടേക്ക് പോകേണ്ട കാര്യമില്ല, ഗാർഹസ്ഥ്യം മുതൽ പോകേണ്ട കാര്യമില്ല, വാനപ്രസ്ഥത്തിനും പോകേണ്ട കാര്യമില്ല. വിജ്ഞാന ജന്മനെ അധശ്രുതി സ്വയം വിധിസന്ധിഹ സന്യാസം. പിന്നെ അടുത്ത് മൈത്രേയി യാജ്ഞവൽക്യ സംവാദത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആത്മബോധമുള്ളവന് സന്യാസത്തെ ശ്രുതി വിധിക്കുന്നു. അപ്പോൾ അവിടെ ആത്മബോധത്തിന്റെ അംഗമായി സന്യാസത്തെ വിധിക്കുന്നു. ആത്മബോധം വേണം, അല്ലാത്തവന്റെ സന്യാസത്തിന് അർത്ഥമില്ല എന്ന് പറയുന്നു. അപ്പോൾ അനധികാരികൾക്ക് കൂടി, ഗർഭസ്ഥ്യത്തിന് അധികാരമില്ലാത്തവർക്ക് കൂടി സന്യാസം ഇവിടെ വിധിച്ചിരിക്കേ ശ്രുതി. ഗർഭസ്ഥ്യാദികൾക്ക് അധികാരമുള്ളവന് സന്യാസത്തിന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ്. അപ്പോൾ അവന് സന്യാസത്തിന് അധികാരമുള്ളതുകൊണ്ട് ഒരാൾക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കാം. അവിടെ നിന്ന് തന്നെ സന്യാസത്തിലൂടെ മോക്ഷത്തെ നേടാം, ജ്ഞാനത്തെ നേടി മോക്ഷത്തെ നേടാം. അതിന് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. പ്രവൃത്തി ലക്ഷണോ യോഗം. അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം സന്യാസം തസ്മാ ജ്ഞാനം പരസ്പരം. പക്ഷെ ഇവിടെ ജ്ഞാനം വേണം. സന്യസേതിഹ ബുദ്ധിമാൻ. തസ്മാന്ന സാധനാന്തര സഹിത ബ്രഹ്മവിദ്യ പുരുഷാർത്ഥ സാധനം. അതുകൊണ്ട് സാധനാന്തര കർമ്മങ്ങളൊന്നും ആവശ്യമില്ല. ബ്രഹ്മവിദ്യ പുരുഷാർത്ഥ സാധനം. കർമ്മമെല്ലാം ചേർന്ന് ബ്രഹ്മവിദ്യയാണ് പുരുഷാർത്ഥത്തിന് എന്ന് പറയാൻ പാടില്ല. സർവവിരോധാത് സാധന നിരപാക്ഷിയോ പുരുഷാർത്ഥ സാധനം. അതുമായിട്ടെല്ലാം വിരുദ്ധമായ കാര്യമാണ്. മറ്റൊരു സാധനം ആവശ്യമില്ല. കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നുമില്ല. സമുച്ചയം അവിടെ ഇല്ല. ഇല്ലാത്ത വിദ്യ, സാധന നിരപേക്ഷയായ വിദ്യ, അതുകൊണ്ടാണ് അതിനെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നത്. കർമ്മോപാസനകളെല്ലാം വിട്ട കേവലമായ ജ്ഞാനം, അതാണ് പുരുഷാർത്ഥത്തിന് സാധനമായിരിക്കുന്നത്. ഇത് പാരിപ്രാജ്യം സർവസാധന സന്യാസ ലക്ഷണം ഹി അംഗത്വേന വിധിസ്യതേ എന്നിങ്ങനെ പാരിപ്രാജ്യം സർവസാധനങ്ങളെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള പാരിപ്രാജ്യം ഞാൻ അംഗത്വേന വിധിച്ചത്, ജ്ഞാനത്തിന്റെ അംഗമായി ഇവിടെ വിധിക്കുകയാണ്. അപ്പം ജ്ഞാനത്തോടൊപ്പം സന്യാസം വേണം നിർബന്ധമായും പറയുന്നു. ഏതാവദേവ അമൃതത്വ സാധനം. സന്യാസത്തോടുകൂടിയ ജ്ഞാനം, അതാണ് ഏതാവദേവ. സന്യാസസഹിതമായ ജ്ഞാനം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. കേവല ജ്ഞാനം എന്നല്ല. ഇത്യവധാരണ ഷഷ്ടസമാപ്തോ ലിംഗാച്ച കർമ്മി സന്യാജ്ഞമൽക്യ പ്രഭവരാജയത്തി. ഇങ്ങനെയുള്ളൊരു നിശ്ചയമുള്ളതുകൊണ്ട് ഷഷ്ടസമാപ്തോ ഇവിടെ തന്നെ ഒടുവിൽ പറയും. കർമ്മീസന യാജ്ഞവൽക്യ, കർമ്മിയായ യാജ്ഞവൽക്യൻ പ്രഭവരാജ സന്യാസം സ്വീകരിച്ചു. ആ സന്യാസം സ്വീകരിക്കുന്നവരെ കർമ്മിയായിരുന്നു, എന്ന് വെച്ചാൽ ഗൃഹസ്ഥനായിരുന്നു. അങ്ങനെ ഗൃഹസ്ഥനായിരുന്ന യാജ്ഞവൽക്യൻ ഇവിടെ സന്യാസത്തെ സ്വീകരിച്ചു.
ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, മൈത്രേയിച്ച കർമ്മസാധനരഹിതായി സാധനത്വേന അമൃതസ്യ ബ്രഹ്മവിദ്യ ഉപദേശ വിത്ത നിന്ദാവചനാച്ച. സന്യാസം ജ്ഞാനത്തിന് അംഗമാണ്. ഇതിവിടെ പറയും ജ്ഞാനപരിഭാഗത്തിന്റെ അംഗം എന്ന് പറയും സന്യാസം. കർമ്മസാധനരഹിതായി മൈത്രിക്ക് കർമ്മസാധനം ഇല്ലെന്നാണ്, എന്നുവെച്ചാൽ സ്വതന്ത്രമായിട്ടില്ല എന്നാണ് പറയുന്നത്. വൈദിക കർമ്മത്തിന് ഇവിടെ പറയുന്നുണ്ട് എന്താണോ, നഹി മൈത്രേയി ഭർത്തരി തെക്തകർമ്മണി സ്വയം കർമാധികർത്തമർഹം. ആ വൈദിക ധർമ്മം അനുസരിച്ച് അന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന രീതി അനുസരിച്ച് ഭർത്താവ് കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ ഭാര്യയ്ക്ക് കർമ്മത്തിൽ അധികാരമില്ല. ഭർത്താവിനോടൊപ്പമാണ് ഭാര്യയ്ക്ക് കർമ്മത്തിന് അധികാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭർത്താവ് കർമ്മത്തെ ഉപേക്ഷിച്ചാൽ ഭാര്യയ്ക്കും കർമ്മത്യാഗം വരും, സ്വാഭാവികമായിട്ടും വരും. എന്നുവെച്ചാൽ സ്ത്രീക്കും കർമ്മസന്യാസം വരുന്നു എന്നാണ് ഈ യുക്തി അനുസരിച്ച് പറയുമ്പോൾ. കർമ്മസാധനരഹിതായി, കർമ്മസാധനം മൈത്രേയി, കർമ്മസാധനം ദാമ്പത്യമാണ് കർമ്മസാധനം. ഇവിടെ ഭർത്താവ് അത് ഉപേക്ഷിച്ചു, അപ്പൊ താനും അത് ഉപേക്ഷിച്ചല്ലേ പറ്റും. സാധനത്തിന് അമൃതസ്യ ബ്രഹ്മവിദ്യ ഉപദേശ ഇവിടെ പറയുന്നു. അപ്പോ മോക്ഷത്തിന്റെ സാധനമായി ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു. അപ്പൊ സന്യാസത്തിനും ബ്രഹ്മവിദ്യയ്ക്കും ഇവിടെ മൈത്രേയിക്കും അധികാരമുണ്ട് എന്ന് പറയുന്നു, സ്ത്രീക്കും അധികാരമുണ്ട്, രണ്ടിനും. അത് അങ്ങനെ ഒന്ന് അംഗീകരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഭാഷകാരൻ. അതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. എന്നാൽ ഇവിടെ പറയുന്ന ഈ സന്ദർഭത്തിൽ, കാരണം മൈത്രേയും പറയുന്നു എനിക്കും വിത്തം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം മൈത്രേയിനും കാണുന്നു ത്യാഗം. പിന്നെ മീമാംസകളുടെ നിയമം അനുസരിച്ചും ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ കർമ്മത്യാഗം, കർമാനുഷ്ഠാനം എങ്ങനെയാണോ സ്ത്രീയിൽ വന്നു ചേർന്നത് ഭർത്തൃദ്വാര, അതുപോലെ കർമ്മത്യാഗവും വന്നു ചേർന്നു. ഇപ്പൊ സന്യാസം വന്നു. ഇവിടെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നുണ്ട്. മന്ത്രത്തിലൂടെ തന്നെ, ശ്രുതിവാക്യങ്ങളിലൂടെ തന്നെ ബ്രഹ്മവിദ്യയെ മൈത്രേയിക്ക് ഉപദേശിക്കുന്നുണ്ട്. അപ്പോ വേദാധ്യയനത്തിനും ആത്മജ്ഞാനത്തിനും കർമ്മസന്യാസത്തിനും എല്ലാം സ്ത്രീക്കും അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അത് സമ്മതിക്കുന്നുണ്ട്. വിത്തനിന്ദാവചനാച്ച യദി ഹി അമൃതസാധനം കർമ്മസ്യ വിത്തസാധ്യം പാംതം കർമ്മേതി തന്നിന്ദാവചനം അനുഷ്ഠസ്യ. പറയുന്നു മോക്ഷസാധനമായി കർമ്മത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ പാംത കർമ്മയെ നിന്ദിക്കത്തില്ലായിരുന്നു. അത് വിത്തസാധ്യമാണെന്ന് പറഞ്ഞ കർമ്മത്തെ നിഷേധിക്കുന്നുണ്ടോ മുൻഭാഗത്ത്. അതുകൊണ്ട് അമൃതസാധനം കർമ്മമല്ല. മൈത്രേയും ഉപേക്ഷിക്കുന്നതുകൊണ്ട് മൈത്രേയിക്ക് വിദ്യ ഉപദേശിക്കുന്നുണ്ട്. കർമ്മസാധനം സന്യാസമാണ്, സന്യാസം, സന്യാസത്തോടുകൂടിയ ജ്ഞാനം. യതിതു പരിത്യാജ ഇഷിതം കർമ്മ തദ്യുക്ത സാധനം എന്താ. അപ്പൊ കർമ്മത്തെ ത്യജിക്കണമെന്നുള്ള ഇച്ഛ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർമ്മസാധനമായ വിത്തത്തെയും മറ്റും നിന്ദിക്കുന്നത്. കർമാധികാര നിമിത്ത വർണ്ണാശ്രമാദി പ്രത്യുപമർദ്ദ ബ്രഹ്മത്വം പരാ ക്ഷത്രത്വം പരാ ഇത്യാദിന ആണ് പറയുന്നത്.
കർമാധികാരത്തിന് നിമിത്തം എന്തൊക്കെയാണ്? വർണ്ണ ആശ്രമ ജ്ഞാനമാണ്. ഞാൻ ഇന്ന വർണ്ണത്തിൽപ്പെട്ടയാളാണ്, ഞാൻ ഇന്ന ആശ്രമത്തിൽ, ഞാൻ ഗൃഹസ്ഥ ആശ്രമത്തിൽപ്പെട്ടവനാണ്, ഞാൻ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവനാണ്, ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ടവനാണെന്നുള്ള പ്രത്യേക ജ്ഞാനം. അതാണ് കർമാധികാരത്തിന് നിമിത്തമായിരിക്കുന്നത്. അതിന്റെ ഉമർദ്ദ, അതിന്റെ നാശം എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. ന്യാകർത്താവായ ആത്മാവാണെന്നുള്ള ജ്ഞാനം കൊണ്ട് താൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണെന്നുള്ള അഭിമാനം നശിക്കുന്നു. തം ബ്രഹ്മപരാ ബ്രഹ്മതം ബ്രഹ്മം ബ്രാഹ്മണൻ ആണെന്ന് അങ്ങനെ കരുതുന്നവനെ, താൻ ബ്രഹ്മമല്ല മറിച്ച് ബ്രാഹ്മണനാണ്, താൻ ബ്രഹ്മമല്ല മറിച്ച് ക്ഷത്രിയനാണ് എന്ന് കരുതുന്നവനെ വേദം നിന്ദിക്കുന്നു എന്നാണ്. ഇത്യാദിന ഈ ഭാഗങ്ങളും പറയുന്നുണ്ട്. നഹി ബ്രഹ്മക്ഷത്രാദ്യാത്മപ്രത്യുമർദ്ദേ ബ്രാഹ്മണേനീതം കർത്തവ്യം ക്ഷത്രിയേണീതം കർത്തവ്യം ഇതി വിഷയാഭാവാത്മാനം ലഭതേ വിധി. ബ്രാഹ്മണൻ ക്ഷത്രിയനെന്നുള്ള ജ്ഞാനം ഇല്ലാതായി കഴിഞ്ഞാൽ ബ്രാഹ്മണേനേതം കർത്തവ്യം, ബ്രാഹ്മണനത് ചെയ്യണം, ക്ഷത്രിയണേനേതം കർത്തവ്യം, ക്ഷത്രിയന് ചെയ്യണം, ഇത് വിഷയാഭാവ. അങ്ങനെ കർത്തവ്യമായി ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആത്മാനം ലഭതേ വിധി, പിന്നെ വിധി പ്രവർത്തിക്കത്തില്ല. അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ വിധി പ്രവർത്തിക്കത്തില്ല. താൻ ആത്മാവാണ് എന്ന് കരുതുന്നവന് പിന്നെ ഇവിടെ ബ്രാഹ്മണൻ എങ്ങനെയാവും, ക്ഷത്രിയൻ എങ്ങനെയാവും? പിന്നെ അവനങ്ങനെ കർമ്മം ചെയ്യാൻ കഴിയും? യസ്യ പുരുഷസ്യ ഉമർദ്ദിത പ്രത്യോ ബ്രഹ്മക്ഷത്രാദ്യാത്മ വിഷയം, ഏതൊരുവനാണോ താൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ് എന്നും മറ്റും തന്നെക്കുറിച്ചുള്ള ബോധമുള്ളത്, അത് നശിച്ചത് തസ്യ തത്പ്രത്യ സന്യാസ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ബോധത്തെ തന്നെ സന്യസിച്ചിരിക്കുകയാണ്. എന്ത്? ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണെന്നുള്ള ബോധത്തെ അവൻ സന്യസിച്ചിരിക്കുന്നു. തത്പ്രത്യ സന്യാസ, ബ്രഹ്മക്ഷത്ര ബ്രാഹ്മണൻ ക്ഷത്രിയ എന്നുള്ള ബോധത്തെ അവൻ സന്യസിച്ചിരിക്കുന്നു. തെക്തകാര്യാണാം കർമ്മണാം, അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളും പോയി. എന്തുകൊണ്ട്? ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അവന് കർമ്മം ചെയ്യാൻ കഴിയും. കർമ്മസാധനാനാം ച അർത്ഥപ്രാപ്ത സന്യാസം, അപ്പോ അർത്ഥാത് സന്യാസം അവിടെ പ്രാപ്തമായി എന്നർത്ഥം. അതായത് ആത്മബോധവും സന്യാസവുമായിട്ടുള്ള ബന്ധത്തെ പറയുകയാണ്. ആത്മബോധം താൻ ആത്മാവാണെന്ന് ബോധിക്കുന്നത് വരെ തന്നെ ധരിച്ചിരുന്നത് എന്താണ്? ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഇങ്ങനെ തന്നെ കുറിച്ച് ധരിച്ചിരുന്നു. പക്ഷെ ആത്മബോധം വന്നപ്പോ അത് പോയി. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോധം വേണം. കാരണം എന്തുകൊണ്ട്? കർമ്മങ്ങളെല്ലാം വിധിച്ചു പറഞ്ഞിരിക്കുകയാണ്. ബ്രാഹ്മണൻ ഇത് ചെയ്യണം, ക്ഷത്രിയൻ ഇത് ചെയ്യണം. അപ്പൊ ബ്രാഹ്മണത്വ ബോധമില്ലാത്തവന്, ബ്രാഹ്മണത്വ അഭിമാനമില്ലാത്തവന് ഒരു കർമ്മവും വേദം വിധിക്കുന്നില്ല. അങ്ങനെ ഒരു ബ്രാഹ്മണത്വ ബോധം പോകണമെങ്കിൽ എന്ത് വേണം? ആത്മബോധം വരണം. അപ്പോൾ ആത്മബോധത്തിൽ ബ്രാഹ്മണത്വ ബോധമില്ല, അല്ലെങ്കിൽ ക്ഷത്രിയത്വ ബോധമില്ല. അങ്ങനെ ബോധമില്ലാത്തതുകൊണ്ട് അവിടെ കർമ്മവുമില്ല. അതുകൊണ്ട് അർത്ഥാത്പ്രാപ്തമായി സന്യാസോടെ വന്ന് തന്നെ തീരണം. അത്ര അഭിമാനം വിടിഞ്ഞവന് എന്നാണ്. അത്തരത്തിലൊരു സന്യാസത്തെയാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. തസ്മാത് ആത്മജ്ഞാനാംഗത്വേന സന്യാസ വിദിത്സയ ഏവ ആഖ്യായികായി ആരംഭിച്ചത്. അതുകൊണ്ട് ഈ കഥ പറയുന്നത് ഇവിടെ ആത്മജ്ഞാനത്തിന്റെ അംഗമായിട്ട് സന്യാസത്തെ വിധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഭാഷ്യത്തിനനുസരിച്ച്, വ്യാഖ്യാനത്തിലേക്ക് പോയിട്ടില്ല. ഭാഷ്യകാരൻ പറയുന്നത് സന്യാസം ആത്മജ്ഞാനത്തെ മുൻനിർത്തിയുള്ള സന്യാസമാണ്.
ആത്മജ്ഞാനം വേണം. ആ സന്യാസം എങ്ങനെ സിദ്ധമാകുന്നു? കാരണം ആത്മജ്ഞാനത്തിൽ ബ്രാഹ്മണത്വാദി അഭിമാനം അവന് നശിക്കുന്നു. നശിക്കുന്നതുകൊണ്ട് അവന് സന്യാസം വന്നു ചേർന്നേ പറ്റൂ. കർമ്മം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ കർമ്മത്തെ ഉപേക്ഷിച്ചേ പറ്റും. സന്യാസം എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് കർമ്മത്യാഗമാണ്. വിഹിതമായ കർമ്മങ്ങൾ, ഇന്ന കർമ്മങ്ങൾ ഇന്ന ആശ്രമത്തിലിരിക്കുമ്പോൾ അനുഷ്ഠിക്കണമെന്ന് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ. ആ വർണ്ണ ആശ്രമാഭിമാനം ഇവിടെ മുഖ്യമായും പറയുന്നത് വർണ്ണാഭിമാനമാണ്. ബ്രാഹ്മണ ക്ഷത്രിയാഭിമാനം. അഭിമാനം ആത്മബോധം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും കർമ്മം ഒഴിഞ്ഞു പോകുന്നു എന്ന്. അതാണ് പറയുന്നത് ഇന്നത്തെ ഈ സമ്പ്രദായ സന്യാസം ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ഇന്നത്തെ ഈ സമ്പ്രദായത്തിൽ ശങ്കരാചാര്യ സമ്പ്രദായം എന്ന് പ്രത്യേകം പറയും. അവിടെ ഒരാൾക്ക് സന്യാസം കൊടുക്കണമെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന അവൻ ബ്രാഹ്മണനാണോ എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ബ്രാഹ്മണൻ എന്നുള്ള അഭിമാനമുള്ളവനെ സന്യാസത്തിന് അവകാശമുള്ളവിടെ. അങ്ങനെ ഒരു അഭിമാനം ഇല്ലാത്തവന് സന്യാസമില്ല. അങ്ങനെ ബ്രാഹ്മണ അഭിമാനമുള്ളവനാണ് ശങ്കരാചാര്യരായി മാറുന്നത്, സന്യാസം സ്വീകരിച്ചു. അതും ഇവിടെ പറയുന്നതായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്താ ബന്ധം? അപ്പൊ ഈ സന്യാസം എന്ന് പറയുന്നത് ശാങ്കര സമ്പ്രദായം എന്ന് പറയാൻ പറ്റത്തില്ലേ? ശാങ്കര സമ്പ്രദായത്തിലുള്ള സമ്പ്രദായം അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ ജാതി നോക്കുക, ജാതകം പരിശോധിച്ച് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ സന്യാസത്തിന് ജാതകം പരിശോധിക്കുന്നു? എവിടെയെങ്കിലും പറഞ്ഞോ? ജാതകം പരിശോധിച്ചിട്ട് സന്യാസം കൊടുക്കുന്നു ഇവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ശാങ്കര സമ്പ്രദായം എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് ജാതി നോക്കിയ സന്യാസം കൊടുക്കുന്നു. അതിവിടെ ഇപ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നു. അവിടെ അതുപോലെ ബ്രാഹ്മണൻ തന്നെ ആയിരിക്കണം. ബ്രാഹ്മണ കുലത്തിൽ പിറന്നവന് സന്യാസമുള്ളൂ. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ പിറന്നുവെന്ന അഭിമാനമുള്ളവനാണ് സന്യാസം. അതും ഈ പറയുന്നതായിട്ട് എന്താ? ബ്രഹ്മക്ഷത്രാദ്യ ആത്മപ്രത്യ ഉപമർദ്ദേ, ഞാൻ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് എന്നുള്ള ആ ബോധം നശിക്കുമ്പോ എന്നാണ്. ബ്രാഹ്മണനേതം കർത്തവ്യം ക്ഷത്രിയനേതം കർത്തവ്യം ഇത് വിഷയാഭാവ, കർമ്മമില്ലാതെ വരുന്നു അവന്. അവന് യസ്യ ഏവ പുരുഷസ്യ ഉപമർദ്ദിത പ്രത്യവും ബ്രഹ്മക്ഷത്രാദി ആത്മവിഷയം. അപ്പോൾ ആർക്കാണോ അങ്ങനെയുള്ള താൻ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണെന്ന് തന്നെക്കുറിച്ചുള്ള ബോധം ഉപമർദ്ദിതമായത്, തസ്യ സന്യാസം, അവൻ ആ ബോധം പോയതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഏതോ ആയിക്കൊള്ളട്ടെ, ശൂദ്രനോ ചണ്ടാളനോ ഏതോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു ബോധം, ആ ഒരു ബോധത്തിന്റെ സന്യാസം. അപ്പോൾ ആ സന്യാസം വരുമ്പോൾ കർമ്മങ്ങളുടെ ത്യാഗവും വരും. അപ്പോൾ അവനെന്ത് വരുന്നു? സന്യാസം അവന് അർത്ഥപ്രാപ്ത സന്യാസം, സന്യാസം അവന് സിദ്ധമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതാണപ്പോൾ ഭാഷ്യകാരൻ പറയുന്ന സന്യാസം. അത് ജാതി നോക്കിയിട്ട് കൊടുക്കുന്ന സന്യാസമല്ല. അപ്പോൾ ഇന്ന് നിലവിലിരിക്കുന്നതാണ് ഞാനെപ്പോഴും പറയുന്നത്. ഈ സമ്പ്രദായം ശങ്കരാചാര്യ സമ്പ്രദായമൊന്നും ശങ്കരാചാര്യരുടെ ഇവിടെ പറയുന്ന ഭാഷ്യത്തിന് യോജിക്കുന്ന സമ്പ്രദായങ്ങളല്ല. അത് പിൽക്കാലത്ത് അവരോ ഏർപ്പെടുത്തിയാണ്. ഈ ശങ്കരമഠങ്ങളുടെ സന്യാസം ശങ്കരാചാര്യ പറയുന്ന രീതിക്കല്ല. അവിടെ ജാതി നോക്കിയ സന്യാസം കൊടുക്കും. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും ഈ പറയുന്നതായിട്ട്? ഇനി വേറൊരു സമ്പ്രദായമുണ്ട് ശങ്കര സമ്പ്രദായത്തിൽ തന്നെ, അഖാഡ സമ്പ്രദായം എന്ന് പറയും. വേറെ അത് മറ്റൊരു തരത്തിലുള്ള സമ്പ്രദായമാണ്. ഈ ശങ്കര മഠങ്ങളല്ലാതെ അഖാഡ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജിംനേഷ്യം എന്നാണ്.
ജിംനേഷ്യ സന്യാസം എന്നുവെച്ചാൽ കായികാഭ്യാസങ്ങൾ ഗുസ്തിയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം. അതാണ് അഖാഡ എന്ന് പറയുന്നത്. അവിടെ അതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സന്യാസമുണ്ട്. അതും ശങ്കര പരമ്പര എന്നാ പറയുന്നത്. പക്ഷേ അവിടെ സന്യാസത്തിന് ജാതി ചോദിക്കത്തില്ല. അവിടെ ജാതി നോക്കാറില്ല സന്യാസം കൊടുക്കും. അവിടെ ജ്ഞാനവും വിഷയമല്ല സന്യാസത്തിന്. ഗുസ്തി അറിഞ്ഞിരിക്കുന്നു നിർബന്ധമാണ്. അതാണ് അഖാഡ സന്യാസം. ഇത് ഈ പറയുന്നതായിട്ട് യോജിപ്പുണ്ടോ? അപ്പോൾ ആ പരമ്പരയിൽ വന്ന പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ അതുണ്ടാക്കിയതാണ് അങ്ങനെ ഒരു സമ്പ്രദായം. അത് ഒരു കാലത്ത് ആവശ്യമായിരുന്നു എന്നാ പറയുന്നത്. നമ്മുടെ സന്യാസ ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പറയുന്ന ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ അഖാഡ സന്യാസിമാർ ആയിരക്കണക്കിന് പേര് ഹരിദ്വാറിലും മറ്റും ഔറംഗസേബിന്റെ കുതിരപ്പട്ടാളത്തിനോട് യുദ്ധം ചെയ്ത് ജീവനൊടുങ്ങിയെന്നാണ്. ആയിരക്കണക്കിന് സന്യാസിമാർ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു സന്യാസം. അവിടെ ഈ പറയുന്ന ജാതി നോക്കിയാൽ ചാവേറുകളെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചാവേർ സന്യാസത്തിന് ജാതി ബാധമല്ല, ജാതി പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ചും പറയും. ഇന്നതൊക്കെ മാറി. ഇന്നതിന്റെ പ്രസക്തി ഇല്ലാതെ ഈ ശാങ്കര സന്യാസ സമ്പ്രദായങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു. എത്ര സന്യാസിമാരാണ്. അങ്ങനെ ഈ ദശനാമി സമ്പ്രദായം എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിൽപ്പെട്ട എത്ര സന്യാസിമാരാണ്. ഔറംഗസേബിന്റെ കുതിരപ്പട്ടാളത്തിനോട് യുദ്ധം ചെയ്ത് ചത്തുപോയത്. അപ്പോൾ അന്നത് ആവശ്യമായിരുന്നിരിക്കാം. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ആചാര്യന്മാർ ഏർപ്പെടുത്തിയായിരിക്കും. അതിനും ഈ പറയുന്നതായിട്ട് ബന്ധമില്ല. ഈ ജാതിയുള്ള സന്യാസമായാലും ശരി, ജാതി ഇല്ലാത്ത സന്യാസമായാലും ശരി, ഇവിടെ ആചാര്യൻ പറയുന്ന സന്യാസവുമായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനം കൊണ്ട്. അതാണ് പറഞ്ഞത് ജ്ഞാനം പുരസ്കൃത്യ, ജ്ഞാനത്തെ മുൻനിർത്തിയുള്ള സന്യാസം. ഇവിടെ ഈ സന്യാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്ഥാനമാനവുമല്ല. അതും ഈ മഠങ്ങൾ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ആധിപത്യമാണ്. സന്യാസം എന്ന് പറയുന്ന ഒരു അധിപതിയാണ്, ഒരു സ്ഥാനത്തിന്റെ അധിപതിയാണ്. ഇവിടെ പറയുന്ന സന്യാസത്തിൽ അതുമില്ല. അങ്ങനൊരു ആധിപത്യ സ്വഭാവമുള്ള സന്യാസത്തെക്കുറിച്ചും ഭാഷ്യകാരൻ പറയുന്നു. മറ്റു സന്യാസം എന്നൊരു സ്ഥാനമാണ്, ഒരു പീഠം, അതിന് ഇരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യം പോലെ, ബിഷപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അത് പൗരോഹിത്യമാണ്. പൗരോഹിത്യ സന്യാസം എന്ന് പറയും. ഇവിടെ പൗരോഹിത്യം വേറെയാണ്. അതാണ് ബ്രാഹ്മണ അഭിമാനമാണ് പൗരോഹിത്യം. സ്ഥാനം അത് ക്ഷത്രിയ അഭിമാനമാണ്. സന്യാസിക്ക് അങ്ങനെ ഒരു അഭിമാനമില്ല. പൗരോഹിത്യ അഭിമാനമില്ല, സ്ഥാനത്തിന്റെ അഭിമാനമില്ല, സിംഹാസനത്തിന്റെ അഭിമാനവും ഇല്ല. അപ്പൊ പിന്നെ ഇപ്പൊ സന്യാസി സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് പിന്നെന്താ? ഇതുമായിട്ടെന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പ്രമാണമില്ല. ഭാഷ്യകാരനിൽ നിന്ന് ഇതിന് പ്രമാണം കിട്ടത്തില്ല. പക്ഷെ പിൽക്കാലത്ത് വന്ന പല ശാസ്ത്രങ്ങളിലും ഇങ്ങനെ മഠത്തെക്കുറിച്ചും മഠാധിപത്യത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം അസംബന്ധമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയെന്ന് പറയുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ശരിയാകാം, തെറ്റാകാം, ഗുണം കാണും, ചിലപ്പോൾ ദോഷവും കാണും, അത് മറ്റൊരു കാര്യം. പക്ഷെ ഇതൊക്കെ ശങ്കരാചാര്യ ചെയ്തതാണ്. 4 മഠങ്ങൾ സ്ഥാപിച്ച് അവിടെ 4 പേരെ ഇരുത്തി എന്നൊക്കെ നമ്മളിന്ന് വിശ്വസിച്ചു വരും. ശങ്കര ദിഗ്വിജയങ്ങളിലൊക്കെ പറയുന്നു. അപ്പോൾ
അതൊക്കെ എത്രമാത്രം ശരിയാണ്. 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന ആളാണ് ശങ്കരാചാര്യർ, പൊതുവെ സർവസമ്മതമായിട്ടുള്ളത്. പിന്നെ അങ്ങനെ അല്ലെന്ന് പറയുന്നവരുമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുപോട്ടെ, 8-9 നൂറ്റാണ്ട് ജീവിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് വിദ്യാരണ്യസ്വാമി, 14-15 നൂറ്റാണ്ട്. അദ്ദേഹമാണ് ശങ്കര ദിഗ്വിജയം എഴുതിയത്. അതിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത് എഴുതുന്ന ഒരു സ്വഭാവം ഇല്ലാതിരുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ. ചരിത്രബോധമില്ലാതിരുന്നവരാണ്. ഇവിടെ ഇതിഹാസവും പുരാണങ്ങളും കഥകളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 1000-600 വർഷത്തിന് ശേഷം ഒരാളുടെ ചരിത്രം എഴുതിയപ്പോൾ ഇങ്ങനെ കുറെ മഠങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരു വഴിയും കാണാൻ ഭാഷ്യകാരൻ പറയുന്നു. ഇതുമായിട്ട് നോക്കുമ്പോൾ അതൊന്നും സ്വീകരിക്കാനൊരു സാധ്യതയും കാണുന്നില്ല. ആദിശങ്കരനാണോ ഇതൊക്കെ ഏർപ്പെടുത്തിയത്? ഭാഷ്യമനുസരിച്ച് നോക്കുമ്പോൾ അല്ല. കാരണം ഇങ്ങനെയുള്ള സന്യാസവും അധികാരമൊന്നും ഭാഷ്യകാരൻ ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ താൻ തന്നെ ഏർപ്പാട് ചെയ്തു എന്ന് വെച്ചാൽ താൻ പറയുന്നതിന് വിരുദ്ധമായി താൻ തന്നെ ചെയ്തു എന്ന് വരും. പക്ഷെ അതിനെല്ലാം പ്രമാണങ്ങളുണ്ട്. അപ്പോൾ അത് മറ്റാരും എഴുതിയെന്ന് തന്നെ കരുതേണ്ടി വരും. അപ്പോൾ ഇവിടെ സന്യാസം അർത്ഥപ്രാപ്തമാണ്. അത് വേദവും വിധിച്ചിരിക്കുന്നു എന്നേ പറയുന്നു. എന്തായാലും അത്തരം അഭിമാനം ഒഴിഞ്ഞവന് സന്യാസം എന്ന് പറയുമ്പോൾ അത് കാരണം ഒരു ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ, ശ്രുതി വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അതെല്ലായിടത്തും പറയുന്നുണ്ട്. അഭിമാനത്യാഗമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ഭാഗത്ത് ഭാഷകാരനും പക്ഷപാതപരമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടുള്ളിടത്ത് പോലും ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞവന് അഭിമാനത്യാഗത്തിലൂടെ സന്യാസം അവന് മാത്രമേ പാടുള്ളൂ ചിലയിടത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെയെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നതാണ് അഭിമാനത്യാഗം. അവിടെ ഈ അഭിമാനത്തോടുകൂടി സന്യാസം അത് അംഗീകരിക്കുന്നുണ്ട്. അഭിമാനത്യാഗത്തോടുകൂടി സന്യാസം. അപ്പോൾ അഭിമാനമുള്ളവന് സന്യാസം അത് പറയാൻ പറ്റും. അങ്ങനെ അഭിമാനമുള്ളവനെ തന്നെ തെരഞ്ഞുപിടിച്ച് സന്യാസം കൊടുക്കണം. ആ വിധി പറയുന്നില്ല എന്നുള്ളതാണ്. അധികാരിയെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ അഭിമാനത്യാഗത്തിന് മുഖ്യമായി കൊടുക്കുന്നു. അപ്പോൾ അഭിമാനത്യാഗം എന്ന് പറയുമ്പോൾ അത് പിന്നെ ആർക്ക് സംഭവിച്ചാലും ശരി, പഴയ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഇനി വർണ്ണബാഹ്യനോ ആർക്ക് അഭിമാനത്യാഗം വന്നാലും അയാൾ സന്യാസിയാണ്. സ്ത്രീക്ക് വന്നാലും സന്യാസിയാണ്. അപ്പോൾ അവിടെ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് മുഖ്യമായ സിദ്ധാന്തം. അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്തായാലും ഇവിടെ സന്യാസ വിധിച്ഛയ, സന്യാസവിധി അതിവിടെ പറയുന്നു എന്നാണ് ജ്ഞാനാംഗമായി. ഇവിടെ പറയുന്നു വിജ്ഞാന സാധനത്വേന മൈത്രേയ വിത്തം അത്യജത്. വിജ്ഞാന സാധനമായി വാർത്തിക സാരത്തിൽ പറയുന്നതാണ്. വിജ്ഞാനത്തിന്റെ ഉപായമായി മൈത്രേയ വിത്തത്തെ ത്യജിച്ചു. അപ്പോൾ
സ്ത്രീക്കും വന്ന് സന്യാസം. അത് ഇതിനനുസരിച്ച് അംഗീകരിച്ചേ പറ്റും. ഇതിനെ വേറെ തിരിച്ച് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഇന്നും എത്രയോ സന്യാസിമാര് ഈ ഭാഷ്യമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സന്യാസിമാരെന്ന് പറയുന്ന സ്ത്രീക്ക് സന്യാസത്തിന് ഇന്നും പറഞ്ഞു നടക്കുന്നു. പണ്ഡിതന്മാർ അതാണ്. അറിയാത്തവർ പറഞ്ഞെങ്കിൽ ശരി. അതിനിവിടെ പ്രമാണമുള്ളത് എന്നാ ചോദിക്കും. അത് ചോദിക്കും, സ്ത്രീക്ക് സന്യാസം ഉണ്ടെന്നുള്ളതിന് എവിടെയാ പ്രമാണം? ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിജ്ഞാന സാധനത്വേന മൈത്രേയി വിത്തം അത്യജത്. വിജ്ഞാനത്തിന്റെ ഉപായമായിട്ട് മൈത്രേയിയും, യാജ്ഞവൽക്യം മാത്രമല്ല, മൈത്രേയിയും വിത്തത്തെ ത്യജിച്ചു. വിത്തത്യാഗമാണ് സന്യാസം. വിത്തത്യാഗേ ധീ സമാധാന ജ്ഞാനേസ്യ അധികാരിത. അവിടെ ത്യാഗം കൊണ്ട് എന്ത് ചെയ്തു? ധീക്ക് സമാധാനം വന്നു, ശാന്തി വന്നു. അപ്പോൾ ജ്ഞാനത്തിൽ അധികാരിത ഉണ്ട്. അവർക്ക് മൈത്രേയിക്കുമുണ്ട് അധികാരിത്വം. ത്യാഗത്തിനും സന്യാസത്തിനും ജ്ഞാനത്തിനും അധികാരിത്വമുണ്ട്. ചതുർത്ഥാശ്രമസ്യ ഇനി ചിലർ പറയുന്നു എന്നാണ്, നാസ്തി ചെയ്തെന്നാണ്. ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് ചതുർത്ഥാശ്രമത്തിന് അധികാരമില്ലാന്ന്. അങ്ങനെ ജ്ഞാനത്തിന് അധികാരമുണ്ടെങ്കിലും സ്ത്രീക്ക് അധികാരമില്ലാന്ന് ആരെങ്കിലും പറയണേ എന്ന് വെച്ചാൽ അധികാരം ഉണ്ടെന്നിവിടെ ശ്രുതി പറയുന്നു ത്യാഗരൂപത്തിലുള്ള സന്യാസത്തിൽ. പക്ഷെ അത് പാടില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചേത്മ ആസ്തു അഥാപ്യസു അങ്ങനെ നിങ്ങൾ കരുതിയാലും എന്ന് പറയണം. ഒരാളിപ്പോൾ അങ്ങനെ പറയുകയാണ്, അധികാരമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അധികാരമുണ്ടെന്ന് ഇവിടെ വ്യക്തമായി തെളിഞ്ഞാലും സ്ത്രീക്ക് ഇല്ലെന്നൊരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ജ്ഞാനാംഗം സർവസന്ത്യാഗം അർഹത്തീവ അനിഷേധക. സർവസന്ത്യാഗം ജ്ഞാനാംഗം അർഹത്തീവ അനിഷേധക. ഇവിടെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ജ്ഞാനാംഗമായ സർവത്യാഗം അർഹത്യവ ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും എന്നാണ്. ഈ അടുത്ത കാലത്തൊരു സന്യാസിനി എൻ്റെ അടുത്ത് വന്നു. വളരെ പ്രസിദ്ധനായ ഒരു സന്യാസിയുടെ ശിഷ്യയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഗുരു പറയുന്നത് സ്ത്രീക്ക് സന്യാസം പാടില്ലെന്നാണല്ലോ. അതാണ്. പിന്നെ എന്നാലും ഞാൻ സന്യാസം അങ്ങ് സ്വീകരിച്ചു. ഗുരു സന്യാസം കൊടുക്കാത്തതുകൊണ്ട് ശിഷ്യ സ്വയം സ്വീകരിച്ചു. അങ്ങനെ ഗുരു പറയുന്നത് ശിഷ്യയ്ക്ക് സന്യാസത്തിന് അധികാരമില്ല, പക്ഷെ ശിഷ്യ സന്യാസം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പൊ ഗുരു തന്നില്ലെങ്കിൽ സ്വയം സന്യാസി ആയല്ലേ പറ്റും. അപ്പോ എന്തുകൊണ്ടാ ഗുരു സന്യാസം തരാത്തത്? അത് ശാസ്ത്രത്തിൽ പ്രമാണമില്ല സ്ത്രീക്ക് സന്യാസത്തിന്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ മൈത്രേയി യാജ്ഞവൽക്യ സംവാദം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ മൈത്രേയിക്ക് ജ്ഞാനം ഉപദേശിച്ചതേ ഉള്ളൂ. മൈത്രേയിക്ക് സന്യാസം വെച്ചതായിട്ട് പറയുന്നില്ല എന്നാ ഓരോ യുക്തിയുള്ള ഓരോരുത്തർ കണ്ടുപിടിച്ചു വെച്ചിരിക്കും. ഇവിടെ വ്യക്തമായത് പറയുന്നു. മൈത്രേയി ത്യജിച്ചു, വിത്തത്തെ ഉപേക്ഷിച്ചു. ഈ വിത്തം കൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചു. അതാണ് സന്യാസം. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറത്തില്ല ഈ പണ്ഡിതന്മാരുടെ. ഇവരൊക്കെ സംസ്കൃതം പഠിച്ചവരും ഇതൊക്കെ പഠിച്ചവരാണ്.
എന്നാലും അവർക്കത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇത് സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമില്ല, പ്രമാണസഹിതമായി പറയുന്നതാണ്. സ്ത്രീക്ക് സന്യാസത്തിന് അർഹതയുണ്ട്. എങ്ങനെ? സാമ്പ്രദായികമായ സന്യാസത്തിന് അർഹതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രമാണമില്ല എന്ന് കരുതിയിട്ട്, അതാ ഞാൻ പറയാൻ വന്നു, ഒരു സ്ത്രീ സന്യസിച്ചു കഴിഞ്ഞാൽ സന്യസിച്ചാലും അവരുടെ ഉള്ളിൽ കുറ്റബോധം കാണും. ഞാൻ അരുതാത്ത ചെയ്ത ആളാണ്. ആ കുറ്റബോധത്തോടുകൂടിയാണ് ഈ പറഞ്ഞ സന്യാസിനി എൻ്റെ അടുത്ത് വന്നു. സന്യാസത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് സന്യസിച്ചു, പക്ഷെ ഉള്ളിൽ കുറ്റബോധം. ഗുരു പറഞ്ഞിരിക്കുന്നു ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അപ്രാമാണികമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദോഷം കൂടി വരും ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. അതിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ എന്താ, സ്ത്രീക്ക് മാത്രമല്ല, കർമ്മത്തിന് അധികാരമില്ലാത്ത ആർക്കും. ഇനി വൈദികമായ രീതി പറയുകയാണെങ്കിൽ സ്ത്രീക്ക് സ്വതന്ത്രമായി കർമ്മത്തിന് അധികാരമില്ല, പുരുഷനോട് ചേർന്നേ ഉള്ളൂ. സഹധർമ്മിണി എന്നല്ല, പുരുഷനോടൊപ്പം ധർമ്മത്തെ പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ് സഹധർമ്മിണി എന്ന് പറയുന്നത്. കർമാധികാരമില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, കുറച്ച് മുമ്പ് നമ്മൾ വായിച്ചത് ജാപാലശ്വരം, അവിടെ പറഞ്ഞിരിക്കുന്നു കർമ്മത്തിന് അധികാരം ഇല്ലാത്തവർക്കും അധികാരമില്ലാത്തവർക്കും സന്യസിക്കും. അതിനാണ് പങ്കുവിന്റെ അന്ധന്റെയൊക്കെ കാര്യം പറഞ്ഞത്. അപ്പൊ കർമ്മത്തിന് അധികാരമില്ലാതിരുന്നാൽ കൂടി സന്യസിക്കാമെങ്കിൽ കർമ്മത്തിന് അധികാരമുള്ള സ്ത്രീക്ക് എന്തുകൊണ്ട് സന്യസിച്ചു? അല്ല, ഇന്നിപ്പോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും മനുഷ്യന്റെ മനസ്സിൽ പലതരത്തിലുള്ള അന്ധതകൾ ഇങ്ങനെ പരമ്പരയായിട്ട് പകർന്നു വച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾ അങ്ങനെ ഇതൊന്നും നോക്കാതെ തന്നെ ഒരാൾക്ക് വിരക്തിയുണ്ട് സന്യസിച്ചാലും ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോൾ കുറ്റബോധം വരും. ഇത് ശരിയാണോ എന്നുള്ള കുറ്റബോധം വരും. അതുകൊണ്ട് ഈ പ്രമാണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതിന് വ്യക്തമായും പറയുന്നുണ്ട്. അതിന് സന്യാസത്തിന് അഭിമാനം പോയാലും അതിന് വർണ്ണവും ആശ്രമവും ഒന്നും വിഷയമല്ല. ആർക്കാണോ അത്തരം അഭിമാനമില്ലാത്തത്, ആർക്കാണോ ഇത്തരം ഒരു ബോധം ഉണ്ടാകുന്നത്, അവർക്ക് സന്യാസമാർഗത്തിൽ സ്വീകരിക്കാം, സന്യാസമാർഗത്തിൽ ചരിക്കാം. ഇവിടെ പറയുന്ന മന്ത്രത്തിൽ മൈത്രേയി ഹോവാച യാജ്ഞവൽക്യാഃ ഉദ്യാസ്യൻ വാ അരേ അഹം അസ്മാദസ്ഥാനാദ് അസ്മി ഹന്തത്തെ അനയാ കാത്യായന്യാ അന്തം കരവാണീതി മൈത്രേയി ഹോവാച യാജ്ഞവൽക്യ. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. യാജ്ഞവൽക്യൻ മൈത്രേയെ വിളിക്കുന്നു. മൈത്രേയും സ്വഭാര്യാം ആമന്ത്രിതവാൻ, തന്റെ ഭാര്യയെ വിളിച്ചു യാജ്ഞവൽക്യോ നമേഷി. ഉദ്യാസ്യൻ, അതാണ് സന്യാസം എന്ന് പറയുന്നത്. ഊർധ്വം യാസ്യൻ പരിവ്രാജ്യാഖ്യം ആശ്രമാന്തരം. ഞാൻ പരിവ്രാജ്യം എന്ന് പറയുന്ന അടുത്ത ആശ്രമത്തിലേക്ക് പോകുന്നു. വൈ അരേ ഇത് സംബോധനമാണ്. ഞാൻ ആശ്രമാന്തരത്തിലേക്ക് പോകുന്നു. ഇതിനൊക്കെ ഭാഷകാരനിവിടെ പരിവ്രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു മറ്റൊരാശ്രമമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം പോലെ തന്നെ ഉള്ളൊരാശ്രമം. സന്യാസം എന്ന് പറയുന്നത് കേവലം ഒരു തത്വമായിട്ടും പറയും. സന്യാസം ചിലടത്ത് പറയും സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനം, ജ്ഞാനം എന്ന് പറയുന്നത് ആത്മതത്വം തന്നെ, അങ്ങനെ പറയും. അവിടെ പിന്നെ വിധിയും നിഷേധവും ഒന്നുമില്ല, ആത്മബോധം തന്നെ സന്യാസം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. പാരിവ്രാജ്യം ആശ്രമാന്തരം, അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് പോകുന്നു. ഇത് സംബോധനം അഹം അസ്മാത് ഗർഭസ്ഥ്യാത് സ്ഥാനാത്, ഈ ഗർഭസ്ഥത്തിൽ നിന്നും ആശ്രമാദൂർധം ഗന്ധം ഇച്ഛന്നസ്മി ഭവാമി.
ഞാൻ അടുത്തൊരാശ്രമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതോ ഹന്ത അനുമതിയും പ്രാർത്ഥയാമി തേതവ, അതുകൊണ്ട് നിന്റെ അനുവാദം വേണം എന്നാണ്. എന്നുവെച്ചാൽ വൈദിക ധർമ്മത്തിന് ഇതൊക്കെ പ്രായോഗികമാവും. ഇപ്പൊ അനുവാദം ചോദിക്കാന്ന് വെച്ചാൽ ഭർത്താവ് സന്യസിക്കുമ്പോൾ ഭാര്യയുടെ അനുവാദം ചോദിക്കണമെന്ന് വിവരമുള്ള ഭാര്യയുടെ ചോദിച്ചിട്ട് കാര്യമുണ്ട്, അല്ലാത്തവരടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അതവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ഇന്നത്തെ ഭാര്യമാരടുത്ത് ചോദിച്ചാൽ ചോദിക്കും തനിക്ക് വരെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. ഇതാരാ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കും. ഇതങ്ങനെയല്ല ഇവിടെ പറയുന്നു. പഴയ വിവരമുള്ള അതാണല്ലോ അടുത്ത് മൈത്രേയി പറയുന്നത്. അയ്യോ ഞാൻ സന്യസിക്കരുത്, ഞാൻ തൂങ്ങിച്ചാകുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും മൈത്രേയി പറഞ്ഞില്ല. ഹന്ത അതോ ഹന്ത അരോഹം അസ്മാസ്ഥാനാത് അസ്മി ഹന്ത ഹന്ത. അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാണ് അനുമതിയും പ്രാർത്ഥിയാമി തേത്തവ, അതിന് നിന്റെ അനുവാദവും വേണം എന്നാണ്. അപ്പൊ ഭാര്യ അംഗീകരിച്ച് ഭാര്യയുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നുണ്ട്. മാതരം പിതരം ഭാര്യാം പുത്രാൻ സുഹൃദോ ബന്ധൂൻ ഏതാൻ അനുമോദയിത്വ ഏച അസ്യ. താൻ സർവാൻ പൂർവ്വത് വർണ്ണയിത്വ വൈശ്വാനര്യം ഇഷ്ടിയും കൃത്വ സർവസ്വം ദദ്യാദി കൗശിതഗീന. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയിൽ തന്നെ. അപ്പോ മാതാവ്, പിതാവ്, ഭാര്യ, പുത്രൻ, പുത്രന്മാര്, സുഹൃത്തുക്കൾ, അങ്ങനെ ഗൃഹസ്ഥ സന്യസിക്കുമ്പോൾ ബന്ധുക്കൾ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പുരോഹിതനെല്ലാം വിളിച്ച് അതിന്റെ ചടങ്ങുകളെല്ലാം നടത്തി സർവ്വം ഉപേക്ഷിച്ച് അങ്ങനെ സന്യസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിലേ പറ്റും. ഇല്ലെങ്കിൽ വിളിച്ചോടേണ്ടി ഇവിടെ സന്യാസവും പറഞ്ഞു. അങ്ങനെ സ്മൃതിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഭാഷ്യകാരൻ പറയുന്നു. അതൊക്കെ ആ കാലത്തിലേക്ക് പറ്റുന്ന കാര്യങ്ങൾ. പ്രാർത്ഥയാമി തേത്തവ, ഗൃഹസ്ഥൻ സന്യസിക്കുമ്പോൾ എല്ലാവരുടെയും അനുവാദം വേണം എന്നാണ്. പിഞ്ച അന്യത്തേതവ അനയാ ദ്വിതീയ ഭാര്യ, മറ്റൊരു ഭാര്യയുടെ ഉണ്ടായിരുന്നു. എന്താണ്? കാത്യായന്യ അന്തം കരവാണീതി. ദ്വിതീയ ഭാര്യ കാത്യായന്യ അന്തം വിച്ഛേദം കരവാണി. ബന്ധമൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വിച്ഛേദിക്കണമെന്നാണ്. എന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വത്തെല്ലാം പങ്കുവെച്ചു കൊടുക്കണമെന്നർത്ഥം. പതിദ്വാരേണ ഇവയോർ മയാ സമ്പദ്ധ്യമാനിഹോ യാ സംബന്ധാസി. ഭർത്താവ് എന്നുള്ള നിലയ്ക്കാണ്, ഭാര്യമാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ബന്ധം. തസ്യ സംബന്ധസ്യ വിച്ഛേദകരമാണ്. ആ ബന്ധവും ഞാൻ വിച്ഛേദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാണ്. ഇനി ദ്രവ്യവിഭാഗം കർത്തുക, അവിടെ പിന്നീട് ആശയക്കുഴപ്പങ്ങളൊന്നും വരരുത്. എല്ലാം ഷെയർ ചെയ്യും. സമ്പത്തൊക്കെ വിഭജിച്ച് വിത്തേന സംവിഭജ്യ ഇവ ഗമിഷ്യാമി. അപ്പോൾ എന്റെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് തരാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ സ്വയം ഉപേക്ഷിക്കുന്നു. താനൊന്നും എടുക്കുന്നില്ല, രണ്ട് ഭാര്യമാർക്ക് കൊടുക്കുന്നു. മക്കളും ഉണ്ടായിരിക്കാം, അതിനെക്കുറിച്ചുകൂടെ പറയുന്നില്ല. അത് കൊടുക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ രണ്ടുപേരും ഭർത്താവെന്നുള്ള നിലയ്ക്ക് എന്നെ കാണണ്ട, എന്റെ ഭാര്യമാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പരസ്പരം ഇതുവരെ ഒരുമിച്ചാണല്ലോ കഴിഞ്ഞത്, അങ്ങനെ ഒരു ബന്ധവും വേണ്ട, എല്ലാവരും സ്വതന്ത്രരാകുക. എന്ന് യാജ്ഞവൽക്യൻ രണ്ടുപേരോടും പറയുന്നു.
ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.